guys, this is day 5 of me bringing Free Fire eSport in Kerala. So, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ പലർക്കും അറിയത്തില്ല ഇപ്പോഴും എങ്ങനെ ഒരു ഇ സ്പോർട്സ് പ്ലെയർ ആവാം, അല്ലെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് ഒരു ഇ സ്പോർട്സ് ടീം എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാന്നുള്ളത്. ഇൻ കേസ് നിങ്ങൾ ടീം ഇല്ലാത്ത ഒരു പ്ലെയർ ആണെങ്കിൽ ഒരു ടീമിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഒരു ഇ സ്പോർട്സ് പ്ലെയർ ആവാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഒരു പ്രോപ്പർ ടീം എന്ന് പറയുന്നത്. ജസ്റ്റ് 4 പേരെ വെറുതെ പിടിച്ചിറക്കാം അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നല്ലൊരു ടീം ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു IGL വേണം, സ്നൈപ്പർ പ്ലെയർ ആൻഡ് അസോൾട്ടർ, റഷർ പോലുള്ള ആൾക്കാർ വേണം. ജസ്റ്റ് ടീം ബിൽഡ് ചെയ്തു അല്ലെ സ്കില്ലുണ്ടെന്നും പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും ഒരു ഇ സ്പോർട്സ് പ്ലെയർ ആവാൻ പറ്റില്ല. ബിക്കോസ് ഇ സ്പോർട്സ് എന്ന ഒരു പ്ലാറ്റ്ഫോമില് ഇറ്റ് റിക്വയർസ് പ്രോപ്പർ ടീം കോർഡിനേഷൻ, സ്ട്രാറ്റജീസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഗ്രൈൻഡിങ് എന്ന് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒരു ടൂർണമെന്റ് ഇറങ്ങി അല്ലെ സ്ക്രിംസ് കളിക്കാൻ പോയി, നിങ്ങൾക്ക് ഫസ്റ്റ് മാച്ചിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരിക്കലും ഡൗൺ ആവരുത്. നിങ്ങളുടെ ടീമായിട്ട് ഡിസ്കസ് ചെയ്യുക, എന്തുകൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല, എന്തായിരുന്നു നിങ്ങളുടെ മിസ്റ്റേക്സ്, അതൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് മേ ബി അടുത്ത മാച്ചിലും അടുത്ത മാച്ചിലും നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ബട്ട് ക്ലിയർ യുവർ മിസ്റ്റേക്ക് ആൻഡ് ഇംപ്രൂവ് യുവർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടീം കോർഡിനേഷൻ. നിങ്ങൾക്ക് ഒത്തിരി ഡൗട്ട്സും ഒത്തിരി ഒപ്പീനിയൻസും കാണുമെന്നറിയാം. അതിനുവേണ്ടി നമ്മളൊരു ഡിസ്കോഡ് മീറ്റപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ട് നമ്മുടെ ഡിസ്കോഡ് ഒന്ന് റെഡി ആയി വരുന്നേ ഉള്ളൂ. ഉടനെ അല്ല ലിങ്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഗൈസ്.